ഡീസൽ ഡീസലിന് വില കൂടി, പെട്രോളിന് വില കൂടി. അതൊന്നും അല്ല നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഹരീഷ് കല്യാണിന്റെ പടം ഡീസൽ. സോ ഹരീഷ് കല്യാണിനെ അറിയാത്തവർക്ക് റീസെന്റ് ആയിട്ട് സ്ക്രിപ്റ്റ് സെലക്ഷനിലും അങ്ങേര് വൻ കിടുവായിരുന്നു. ലബർ പന്ത്, പാർക്കിംഗ്, വേറെ ഒന്നും വേണ്ട. സോ എക്സ്പെക്ടേഷൻസ് ഒക്കെ വളരെ കൂടുതലായിരുന്നു. കാരണം ആള് ഈ മറ്റേ പെർഫോമൻസിന്റെ ഒരു പീക്ക് ലെവലിൽ നിൽക്കുകയായിരുന്നു. അത് മാത്രമല്ല, ഇതിൽ വില്ലനായിട്ട് നമ്മുടെ വിനയ് റായ് ആണ്. വിനയ് റായ് എവിടെ വില്ലനായിട്ട് അഭിനയിച്ചിട്ടുണ്ടോ അങ്ങേര് കിടു പെർഫോമൻസ് ആയിരിക്കും. തുപ്പരിവാലൻ, ഇവൻ ഐഡന്റിറ്റിയിൽ വരെ അങ്ങേര് കിടുവായിരുന്നു. ഡോക്ടർ, ആളുടെ ഭാര്യയായിട്ട് അഭിനയിച്ചിരിക്കുന്ന അനന്യയായിരുന്നു. സോ അനന്യയെ പറ്റി പറയണം. അനന്യ ഏത് നേരം എണ്ണുങ്ക. എത്ര വരെ എണ്ണണം? 1 2 3 4 5 അതോ 6 7 8 9 10? എന്റെ പൊന്ന അണ്ണ, നിങ്ങൾ ഒന്ന് 10 വരെ എണ്ണീണ്ട് വെച്ചാൽ നമുക്കെങ്കിലും സുഖമായിട്ടിരിക്കുകയായിരുന്നു. എണ്ണുങ്ക പറഞ്ഞ് വെറുപ്പിച്ചിട്ട്. സോ ഇഫ് യു ഡോണ്ട് ഗെറ്റ് മൂവീസ്, ദാറ്റ് ഡസന്റ് മീൻ ദാറ്റ് യു ഷുഡ് ജമ്പ് ഇൻ ടു ഓൾ ദീസ് ഷിറ്റ്സ്. സിനിമ കിട്ടിയില്ല അല്ലെങ്കിൽ സിനിമ ഇല്ല പറഞ്ഞിട്ട് ഇജാതി ഷിറ്റ്സ് അല്ലെങ്കിൽ ചാണക്കുഴിയിൽ ചാടേണ്ട ആവശ്യമില്ല. 5 മിനിറ്റ് റോളാണ് അനന്യക്കുള്ളത്. അനന്യ അപ്പൻ പറഞ്ഞ മറ്റേ സണ്ണി വെയിന്റെ പടത്തിൽ കിഡു കംബാക്ക് നടത്തി, കിഡു പെർഫോമൻസ് നടത്തിയ ഒരു ആക്ടറാണ്. ഈ ജാതി പേക്കൂത്തിലൊക്കെ കയറി അഭിനയിക്കണോ? ആൻഡ് ഇതിൽ ഒരു നായികയുണ്ട്, എന്റെ പൊന്നോ, ആ കൊച്ചിന്റെ കൈയും കാലും കെട്ടിയിട്ടിട്ട് ആരോ നിർബന്ധിപ്പിച്ച് അഭിനയിപ്പിച്ച പോലെയാണ്. ജീവൻ പറഞ്ഞ സാധനമില്ല. നായികയ്ക്ക് വയ്യ, നായകന് വയ്യ, വില്ലന് തീരെ വയ്യ. കാടിവെള്ളത്തിൽ ലേശം ബൂസ്റ്റ് ഇട്ട് കലക്കി കൊടുക്കുക എല്ലാവർക്കും. ഒന്ന് ആക്റ്റീവ് ആവട്ടെ. തന്ത ചാവാൻ കിടക്കുന്നുണ്ടെങ്കിലും മകന് പ്രേമമാണ്. അങ്ങനത്തെ കുറെ സംഭവങ്ങളുണ്ട്. അതിനെപ്പറ്റി ഞാൻ പറയാം. അച്ഛൻ മകൻ പാസമുണ്ട്. അച്ഛൻ ബിരിയാണി വാരിക്കൊടുക്കണു, മകൻ ബിരിയാണി വാരിക്കൊടുക്കണു. പരസ്പരം സീരിയലാണ്. അപ്പൊ ഓർമ്മ വന്ന്, മുട്ടപ്പപ്സ് ഉണ്ടോ? ഇല്ല, കൊഴുക്കട്ടയുണ്ട്. സോ ഈ സിനിമ തുടങ്ങുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ല, മുങ്ങാൻ പോണ ടൈറ്റാനിക് ആണെങ്കിലും അടിച്ചിരിക്കുന്നത് ഭയങ്കര ലക്ഷറി പെയിന്റ് ആണ്. മറ്റേ നറേഷൻ അല്ലെങ്കിൽ വോയിസ് ഓവർ ഒക്കെ നടത്തുന്നത് വെട്രിമാരനാണ്. ഹരീഷ് കല്യാൺ ഒരു റഗഡ് ക്യാരക്ടറാണ്. അതായത് മറ്റേ ഈ ക്രൂഡ് ഓയില് കടത്തുക, അതിന്റെയൊക്കെ ഹെഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. കണ്ട ഒരു ചോക്ലേറ്റ് ബോയെ പോലെയാണ് ആളെ തോന്നുന്നത്. ആൻഡ് ആളുടെ ഫൈറ്റ് ഒക്കെ വന്നിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ, ബാലയ്യ തോറ്റു, ആള് തൊടുമ്പോഴേക്കും മറ്റാളെ പറക്കും. അജാതി ഒരു ഫൈറ്റാണ് ആൾക്കൊക്കെ ഉള്ളത്. അയ്യോ, ഹരീഷ് കല്യാണെ കൊണ്ടൊന്നും പറ്റുന്നില്ല. 1000 കിലോന്റെ ഒരു അംബുജ സിമെന്റ് എടുത്തിട്ട് അണ്ണന്റെ പുറത്ത് വെച്ച് കൊടുത്ത് തൂക്ക് പറഞ്ഞാൽ എന്താ ചെയ്യാ? അംബുജ സിമെന്റ്സിന് ഫ്രീ പ്രൊമോഷൻ. അതിരിക്കട്ടെ, ആളെ കൊണ്ടൊന്നും പറ്റുന്നില്ല. സിനിമ തുടങ്ങുന്ന സമയത്ത് മറ്റേ റൺവേ മോഡ് പിടിക്കാൻ നോക്കിയിട്ടുണ്ട്. ദിലീപിന്റെ റൺവേക്ക് ഇപ്പോഴും റിപ്പീറ്റ് വാല്യൂ ഉള്ള പടമാണ്. ഇപ്പോഴും അത് കാണാൻ ആൾക്കാരുണ്ട്. അത്രയും കിടു പടമാണ്. അതിനൊന്നും പിടിക്കലൊന്നും നടക്കില്ല. ഇമോഷണൽ സീൻസ് ഉണ്ട്, കോമഡി സീൻസ് ഉണ്ട്, ഡാൻസ് ഉണ്ട്, പാട്ടുണ്ട്, ഫൈറ്റ് ഉണ്ട്, എല്ലാത്തിന്റെ ഒരു പ്രോപ്പർ മിക്സ് മാസ് പടമാണ് റൺവേ. ഇതിപ്പോ വാ വിളിക്കുന്ന കണ്ടിട്ട് അണ്ണൻ വാ വിളിച്ചെന്തോ അതായിരുന്നു അവസ്ഥ. അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ വിജയ് അണ്ണന്റെ മെർസൽ അർസം ആ പാട്ട് റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നോക്കിയിട്ടുണ്ട്. പാട്ട് തെക്കോട്ടാണെങ്കിൽ ഡാൻസ് വടക്കോട്ട്. ആൻഡ് ടുവേർഡ്സ് സെക്കൻഡ് ഹാഫ് കത്തി ടുണ്ട് 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 മറ്റേ ബ്ലൂ പ്രിന്റ് പരിപാടി മാത്രം കാണിച്ചില്ല എന്നേ, ബാക്കിയുള്ള സംഭവമൊക്കെ അത് തന്നെയാണ്. ആ കത്തി റീക്രിയേറ്റ് ചെയ്യാൻ നോക്കി പറയാൻ കാരണം, കത്തിയില് വിജയുടെ ബൊമ്മയായിട്ട് സമന്ത ഉള്ള പോലെ ഇതിൽ നായികയുണ്ട്. നായികയ്ക്ക് വേറെ പണിയില്ല. നേരെ ഹരീഷ് കല്യാണിന്റെ വലത് സൈഡ് ഇങ്ങനെ നിൽക്കുക. ഓ, ഇത്രയും നിർഗുണ നായിക ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. തന്ത ചാവാൻ കിടക്കുമ്പോഴും അല്ലെങ്കിൽ തന്ത ഒരാൾ കൊല്ലാൻ പോവാണ്, ഹരീഷ് കല്യാൺ അവിടെ പ്രേമിച്ചുകൊണ്ടിരിക്കുകയാണ്. വാവ്, വാട്ട് എ ബ്യൂട്ടി. അതേപോലെ തന്തയെ തട്ടും ലാസ്റ്റ്. സിനിമ കഴിയാൻ 5 മിനിറ്റ് ഉള്ളു. അപ്പൊ ഞാൻ വിചാരിച്ചു തന്തയെ കൊന്നവനെ ഇപ്പം വെറുതെ വിടുക ചോദിച്ചപ്പോ 2.5 എക്സിൽ ഇട്ടിട്ട് ഒരു ഫൈറ്റ് സീൻ. ആ 5 മിനിറ്റിന്റെ ഉള്ളിൽ കഥ കഴിഞ്ഞു. എന്തോന്ന് ഇത്. വിനയ് റായ് എന്നൊക്കെ ഞാൻ പ്രതീക്ഷിച്ചത് ഒരു പീക്ക് വില്ലനിസം ആണ്. യൂഷ്വലി അങ്ങേര് അത് കിടുവായി ചെയ്യുന്നതാണ്. അങ്ങേർക്ക് വയ്യ ഇതില്. അങ്ങേരെ ഫൈറ്റ് സീനൊക്കെ കാണുമ്പോൾ നമുക്കേ ചിരി വരികയാണ്. അതിന്റെ ഇടയ്ക്ക് ചേച്ചി വന്നിട്ട് എണ്ണുങ്ക മറ്റേ കഴിഞ്ഞ ജന്മത്തിൽ എന്താ മറ്റേ കണക്ക് വാത്തിയരായിരുന്നു, അല്ല അറിയാൻ ചോദിക്കുന്നു. ടു മീ പേഴ്സണലി ദിസ് ഇസ് എ വേസ്റ്റ് പടം. വേസ്റ്റ് പടം. ഈ ദീപാവലി റിലീസിന് ഇറങ്ങിയ സിനിമകൾ വെച്ച് നോക്കുമ്പോൾ ദിസ് ഇസ് ആക്ച്വലി വെരി വേസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഒന്നുമില്ലാത്ത പടം. ഹരീഷ് കല്യാണിന് പറ്റുന്ന റോൾസ് ആൾ ചെയ്യുക. ഇതൊന്നും ഹരീഷ് കല്യാണിന് പറ്റാത്ത കാര്യമാണ്. വേണ്ടവർ കണ്ടു നോക്കുക. സിനിമ വന്നിട്ട് ആമസോൺ പ്രൈമിൽ അവൈലബിൾ.